ഞങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് ഫുൾ ഫ്രീ ഡേ ആയിരുന്നു കേട്ടോ. കാരണം ഇന്ന് ന്യൂ ഇയർ ആയതുകൊണ്ട് തന്നെ നമുക്ക് വേറെ പരിപാടികളൊന്നുമില്ല. അപ്പോൾ നമ്മൾക്ക് ഐറ്റിനറിയിലൊന്നുമില്ല, നമ്മളിന്ന് ഭയങ്കര ഫ്രീ ആണ്. അപ്പോൾ ഞങ്ങൾ ആദ്യം ആലോചിച്ച് കുറച്ച് ഷോപ്പിംഗ് ചെയ്താലോ എന്ന്. പക്ഷേ ഇവിടെ ഒരു ഫ്യൂച്ചർ മ്യൂസിയം എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവം ഉണ്ടല്ലോ, അത് ചേട്ടനെ കാണണമെന്ന് നല്ലൊരു ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും ഞങ്ങൾ എല്ലാവരും മെട്രോ പിടിച്ച് പോകാമെന്ന് വിചാരിച്ചു. കാരണം നമുക്കിന്ന് വണ്ടികളും കാര്യങ്ങളൊന്നും ഇല്ല, എല്ലാവരും ലീവ് എടുത്തിരിക്കണ ഒരു ഡേ ആണ്. അങ്ങനെ ദുബായിൽ വന്നിട്ട് ആദ്യത്തെ സമയമാണ് കേട്ടോ ഞങ്ങൾ മെട്രോയിൽ കയറണത്. മെട്രോയിൽ കയറാൻ ഞങ്ങൾക്ക് അങ്ങനെ കൺഫ്യൂഷനൊന്നും ഉണ്ടായില്ല. ഇവിടെ നിന്ന് ടിക്കറ്റ് എടുത്ത് കുറച്ച് 2-3 എണ്ണം മാറി കയറേണ്ട വന്നാലും ഞങ്ങളത് നല്ല അടിപൊളിയായിട്ട് തന്നെ ചെയ്തു കേട്ടോ. ഇനി ഞങ്ങൾക്ക് ഫ്യൂച്ചർ മ്യൂസിയത്തേക്ക് നേരെ എത്തണ ഒരു മെട്രോ ആയിരുന്നു. അപ്പോൾ ജസ്റ്റ് അവിടെ നിന്ന് ഇറങ്ങിയാൽ മതി, നമ്മുടെ മ്യൂസിയം എത്തും. ഇരിക്കാൻ പറ്റില്ല. ബ്രൂത്ത് പിടിച്ചു നോട്ടാ, ചിലപ്പോൾ ഒരൊറ്റ എടുക്കലെടുക്കും. ഞങ്ങളെപ്പോൾ എവിടേക്ക് പോയാലും ഈ മ്യൂസിയം കണ്ടിട്ടായിട്ട് പോവുക. അപ്പം തന്നെ ഇതിലേക്ക് കയറാമെന്നുള്ളതൊന്നും എൻ്റെ ഐഡിയയിൽ പോയിട്ടില്ല. പക്ഷേ ഇതിൻ്റെ ഉള്ളിലേക്ക് വരാമെന്നൊക്കെയാണ് പിന്നീടാണ് മനസ്സിലായത്. പക്ഷെ എപ്പോഴും ഇത് കണ്ടായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു ഇത് ദൂരെ നിന്ന് കാണാൻ വേണ്ടിയിട്ടൊക്കെ. മെട്രോൻ്റെ അവിടെ നിന്ന് നേരിട്ടിട്ട് നമുക്ക് ഒരു ബ്രിഡ്ജ് കൂടെ കടന്നാൽ മതി. അപ്പോൾ നമ്മുടെ ഈ പ്ലേസ് എത്തും. റോഡ് ടച്ച് ചെയ്യാൻ തന്നെ വരില്ല. മെട്രോ, പിന്നെ ഒരു ബ്രിഡ്ജ്, പിന്നെ നേരെ മ്യൂസിയത്തേക്കുള്ള എൻട്രിയാണ്. എന്ത് പറ്റിയത്? ആ നോക്കിയ ഒരു ചേട്ടൻ இங்கதான் மீன் பறந்துட்டு இருக்கோம். കാണാണ്ട് നീരാനോ നീരാനോ അമ്മ പിന്നെന്താ പോക്കറ്റ് ഓപ്പറേറ്റർ. കണ്ടോ
ഇതാണ് ഫ്യൂച്ചർ മ്യൂസിയം. ഈ ഫ്യൂച്ചർ മ്യൂസിയത്തിൻ്റെ ഉള്ളിലേക്കാണ് നമ്മൾ കയറിയത്. ഇത് കണ്ടാൽ തോന്നും ഇതിൽ വെറുതെ ഒരു ഒരു സ്റ്റാച്ചു മാത്രമാണെന്ന്. പക്ഷെ ഇതിൻ്റെ ഉള്ളിലാണ് നമ്മളിപ്പോൾ ഈ കണ്ടതൊക്കെ ഉണ്ടായിട്ടുള്ളത്. ഇതിൽ ഇനിയും കുറേ ഫ്ലോറുകളുണ്ട്, പക്ഷെ അത് ഓപ്പൺ ആയിട്ടില്ല. 2 ഫ്ലോറുകളാണ് ആകെ ഓപ്പൺ ആയത്. അവിടേക്ക് നമ്മൾ പോയിട്ടുണ്ടായിരുന്നു. രാത്രി ആയപ്പോൾ നമുക്ക് നല്ല വ്യൂ ഉണ്ടായിരുന്നു ബുർജ് ഖലീഫയ്ക്ക്. നമ്മൾ അങ്ങോട്ട് പോകണമെന്നാണ് വിചാരിച്ചത്, പക്ഷെ തിരിച്ചു വരാൻ വണ്ടികളോ മെട്രോയോ ഒന്നുമില്ല. മെട്രോ ഉണ്ട്, പക്ഷേ നമുക്ക് ഭയങ്കര തിക്കും തിരക്കാവും, ഒട്ടും വയ്യാണ്ടാവും എന്ന് പറഞ്ഞു. ഞാൻ ഇവിടെ പോയിട്ട് നമ്മുടെ ഫയർ വർക്കൊക്കെ കാണാമെന്ന് വിചാരിച്ചത് ന്യൂ ഇയറിൻ്റെ, പക്ഷേ നടന്നില്ല. കാരണം നമ്മുടെ പാരൻസിനും എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടാവും. കാരണം എത്താൻ എളുപ്പമാണ്, രാവിലെ നമുക്ക് ഏതെങ്കിലും ഒരു വണ്ടി കിട്ടും. പക്ഷെ രാത്രി 12 മണിക്ക് ശേഷം ഈ ഫയർ വർക്ക് കഴിഞ്ഞാൽ അത്രയും തിരക്കിൻ്റെ ഇടയിൽ ഒരു വണ്ടി കിട്ടുക എന്നുള്ളത് എളുപ്പമല്ല. പിന്നെ മെട്രോയിൽ കയറി കഴിഞ്ഞാൽ ചിലപ്പോൾ ശ്വാസം മുട്ടും. അപ്പോൾ അത് കാരണം പിന്നെ പിള്ളേരെ വെച്ചിട്ട് കുറച്ച് റിസ്ക്കാന്ന് എല്ലാവരും പറഞ്ഞുകൊണ്ട് കൂടിയിട്ട് ആ ഒരു കാര്യം നമ്മൾ നിർത്തി. എന്തായാലും ഭയങ്കര ആഗ്രഹമായിരുന്നു ന്യൂ ഇയറിൻ്റെ അന്ന് നമ്മൾ ദുബായിൽ ഉണ്ടാവണം എന്നുള്ളത്. ഞങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ ന്യൂ ഇയറിൻ്റെ സമയത്തേക്ക് ഭയങ്കര റിസ്ക് ആയിരുന്നു ബുക്ക് ചെയ്യാനൊക്കെ. അപ്പോൾ അതിന് മുന്നേ പോയിട്ട് വരണം, അല്ലെങ്കിൽ ന്യൂ ഇയർ കഴിഞ്ഞിട്ട് പോയിട്ട് വരണം, ഇതൊക്കെയായിരുന്നു ഓപ്ഷൻസ്. പക്ഷേ നമുക്ക് കറക്റ്റ് അതൊക്കെ കണ്ട് 2 ദിവസം കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് പോരാമെന്നുള്ള രീതിയിലാണ് ടിക്കറ്റ് നമ്മൾ എടുത്തിട്ട്. അത് അതുകൊണ്ട് നല്ല അടിച്ച് പൊളിച്ചവിടെ നിന്നു.